എന്നോടുള്ള സഹതാപം കൊണ്ടായിരിക്കും. അതിന് മറുപടി നിന്റെ ഇളയച്ഛൻ പറയും. നീ എന്റെ ചേട്ടന്റെ മകളാണ്. ഈ വക കാര്യങ്ങൾ ചോദിക്കാനും പറയാനും എനിക്ക് അധികാരമുണ്ട്. ആ അധികാരം എന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഞങ്ങളെയൊക്കെ ധിക്കരിച്ച് ഈ നാട്ടിൽ ജീവിക്കാമെന്ന് തന്നെയാണോ നിന്റെ ഭാവം? അതിന് കഴിയുമോ ഞാൻ നോക്കട്ടെ. പരാജയപ്പെട്ടാൽ നിങ്ങളെയൊക്കെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാം. ഒരു പെണ്ണിനെ ഇത്രയും തന്റെ ഉണ്ടാകുമോ? പെണ്ണിനെ ഉണ്ടാവും. എങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണണമടി. ഈ പെണ്ണ് വട്ടാണ്. കുച്ചനയും വരൂ, നമുക്ക് പോവാം. അയ്യപ്പൻ ചേട്ടാ, ഓ, എന്റെ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ എനിക്ക് തന്നെ ഏറ്റെടുത്ത് നടത്തണം. വക്കീലിനെ കണ്ട് ഇന്ന് തന്നെ ഇളയച്ചന് ഒരു നോട്ടീസ് അയക്കണം. എനിക്കറിയാം അത് വേണ്ടി വരുമെന്ന്. നോട്ടീസിന്റെ ഒരു കരട് ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വായിച്ചു നോക്കി. ചേച്ചി അവരോടൊന്നും വഴക്കിന് പോകണ്ട, ആപത്താണ്. അങ്ങനെ ഇവരെയൊക്കെ പേടിച്ചാ ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കും ജാനു. പരിചയപ്പെട്ടപ്പോ നല്ലൊരു മനുഷ്യരാണെന്ന് തോന്നി. അതാണ് നമ്മൾ ആചാര്യടുത്തേ കൂട്ടിക്കൊണ്ടു. ഇക്കാലത്ത് ആരാ നല്ല മനുഷ്യര്, ആരാ ബെടക്ക് മനുഷ്യരെന്ന് എങ്ങനെ അറിയാ? എന്തേ രണ്ടായാലും ഞമ്മക്ക് കണക്ക് തന്നെയാണ്. ആട്ടെ, ഇവനിക്കിപ്പോ എന്താ വേണ്ടിയത്? ഒരു ജോലി ചെയ്ത് ജീവിക്കണം. ഞാൻ ഈ നാട്ടിൽ അന്യനാണ്, വിശ്വസിക്കാൻ വിഷമം കാണും. ഇനിയിപ്പൊ നാട്ടുകാരനായതുകൊണ്ട് എന്താ വിശേഷം? ഞമ്മളിപ്പോ അതല്ല ആലോചിക്കണേ. അനക്ക് തരാൻ പറ്റിയ പണി എന്താണെന്നാണ്. രാഘവാ, ഇവിടെ വാ. ആ, ഞമ്മളെ കാലിയത് കൊണ്ടുവന്ന ആളാണ്. കൂപ്പിൽ പോവാനും കണക്കെഴുതാനും മറ്റു ബനിയും കൂടി വെച്ചോളുണ്ട് കേട്ടാ. ശരി. മുതലാളിയെന്ന് വിളിച്ചും ഓച്ചാനിച്ചു നിന്നൊന്നും എനിക്ക് പരിചയമില്ല. അത് നേരത്തെ പറയണമല്ലോ. തരുന്ന ജോലി ആത്മാർത്ഥമായും സത്യസന്ധമായും ഞാൻ ചെയ്യും. അങ്ങനെയുള്ള ആളുകളെയാണ് ആചാര്യർക്ക് ഇഷ്ടം. ആചാര്യ കമ്പനി തൊഴിലാളി സമരമില്ലാത്ത കമ്പനിയാണ്. പണിയെടുക്കുന്നവർക്ക് ന്യായമായ കൂലി കൊടുത്താൽ പിന്നെന്തിനാണോ സമരം?